പാഞ്ചാലിയെ കൃഷ്ണൻ എങ്ങനെ രക്ഷിച്ചു എന്ന് നമുക്കറിയാം അല്ലേ? കൗരവസഭയിൽ വെച്ച് വസ്ത്രാക്ഷേപത്തിനിരയായപ്പോൾ അനന്തമായ വസ്ത്രത്തെ കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് നമുക്കറിയാം. പക്ഷേ ഈ പാഞ്ചാലി കൃഷ്ണൻ ഒരിക്കൽ എന്തു കൊടുത്തു എന്ന് നിങ്ങൾക്കറിയും? രാജസൂയ രംഗത്തിൽ വെച്ച് 18 മാസം നീണ്ടു നിൽക്കുന്ന രാജസൂയ യാഗത്തിന് അരയും തലയും മുറുക്കി ആദ്യവസാനം ഓടി നടന്നിരുന്ന കൃഷ്ണൻ ഒരിക്കൽ തൻ്റെ കൈവിരലൊന്ന് മുറിഞ്ഞതായി അഭിനയിച്ചു. ധാരാളം രക്തം വാർന്നു പോകുന്നത് കണ്ട് എല്ലാവരും പരിഭ്രമിച്ചെങ്കിലും എൻ്റെ സ്വന്തം കൃഷ്ണൻ്റെ കൈ മുറിഞ്ഞുവല്ലോ എന്ന വേദനയോടുകൂടി, തൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടി ഓടി വന്ന ദ്രൗപദി വില കൂടിയ വസ്ത്രമാണോ താൻ ഉടുത്തിരുന്നതെന്നൊന്നും ആലോചിക്കാതെ വേഗം അത് വലിച്ചു കീറി അതിൽ നിന്നൊരു കഷ്ണമെടുത്ത് കൃഷ്ണൻ്റെ വിരലിൽ നന്നായി ചുറ്റിക്കെട്ടി. കൃഷ്ണ, അല്പം ആശ്വാസം തോന്നുന്നില്ലേ എന്ന് അപ്പോഴും വേദനയോടുകൂടിയാണ് കൃഷ്ണനോട് ചോദിക്കുന്നത്. സാരല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. കാലം ഒരുപാട് കഴിഞ്ഞു. കൗരവ സദസ്സിൽ വെച്ച് ദുശാസനൻ പാഞ്ചാലിയെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ കൃഷ്ണ എന്ന് മുഴുവൻ വിളിക്കാൻ പോലും കൃഷ്ണൻ പാഞ്ചാലിയെ അനുവദിച്ചിട്ടില്ല. അതിനു മുമ്പേ തനിക്ക് വേണ്ടി തന്ന ഒരു ചെറിയ കഷ്ണം ചേലയ്ക്ക് പകരമായിക്കൊണ്ട് അനന്തമായ വസ്ത്രത്തെ ശ്രീകൃഷ്ണൻ പാഞ്ചാലിക്ക് കൊടുക്കുകയാണ്. ഒരു സ്ത്രീയുടെ മാനത്തെ ഒരിക്കലും നശിപ്പിക്കാൻ അവിടെ ഭഗവാൻ അനുവദിക്കുന്നില്ല. കെയറിങ് ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ. ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും കൂടെ നിൽക്കുന്ന, തന്നെ കെയർ ചെയ്യുന്ന ഒരാൾ വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ പുറപ്പെട്ടാൽ വീട്ടിലെത്തിയോ, ഭക്ഷണം കഴിച്ചോ, അസുഖമൊന്നുമില്ലല്ലോ, ഉറങ്ങിയോ എന്നൊക്കെ അന്വേഷിക്കുന്ന കെയറിങ് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ്. എല്ലാ സന്ദർഭങ്ങളിലും ആവശ്യപ്പെടുന്നതിന് മുൻപേ ഓടിയെത്തുന്ന ഒരു ബന്ധം, ഒരു വിശ്വാസം, ഒരു ധൈര്യം, അതൊക്കെ ഇവിടെ പാഞ്ചാലി കൃഷ്ണനോടും കൃഷ്ണൻ പാഞ്ചാലിയോടും കാണിച്ച പോലെ വേറെ എവിടെയും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഭഗവാന്റെ അനുഗ്രഹം വളരെ രസകരമാണ്, വിചിത്രമാണ്. ഇതേ ഭഗവാൻ ഇതേ പാഞ്ചാലിയെ മറ്റൊരു രീതിയിൽ അനുഗ്രഹിച്ചതായ ഒരു കഥയുണ്ട്. അടുത്ത പ്രാവശ്യം കേൾക്കാം. ബൈ.